നമസ്കാരം. ഗൾഫ് ടുഡേ തുടങ്ങുന്നു. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം വീണ്ടും പാക് ഡ്രോണുകൾ കണ്ടതായി സംശയം. ജമ്മുകശ്മീരിലെ നൌഷേര സെക്ടറിലാണ് സംഭവം. ഡ്രോണിന് നേരെ ഇന്ത്യൻ സൈന്യം വെടിയുതിർത്തു. പ്രദേശത്തു നിന്നും നിരവധി ഡ്രോണുകൾ കണ്ടെത്തിയെന്നും വിവരങ്ങൾ പുറത്തുവരുന്നു. ശ്രീത് ബാലകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീത്ത്, ഓപ്പറേഷൻ സിന്ദൂർ നമുക്ക് ഓർമ്മയുണ്ട്. അതിന് പിന്നാലെ ഉണ്ടായ പ്രകോപനം, പാക് പ്രകോപനം ഒക്കെ നമ്മുടെ മനസ്സിലുണ്ട്. ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഈ ഡ്രോണുകൾ, അത് സംബന്ധിച്ച വിശദാംശങ്ങൾ എന്താണ്? ഈ അതിർത്തിയിൽ ഇപ്പോഴും അത്തരത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ? ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി നിരവധി ഡ്രോണുകൾ ഇന്ത്യൻ അതിർത്തിയിലേക്ക് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. അതിനെല്ലാം നാം വളരെ ഭംഗിയായി നേരിടുകയും തകർക്കുകയും ചെയ്തിരുന്നു. സമാനമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പോഴും ഉള്ളത്. ജമ്മു കശ്മീരിലെ രജൌരി, സാംബ, പൂഞ്ച് മേഖലയിൽ ഇന്ന് രാത്രി വൈകിട്ട് ഏതാണ്ട് 7 മണിയോടുകൂടി 6:30ക്കും 7 മണിക്കും ഇടയിലാണ് ഈ ഡ്രോണുകൾ കണ്ടെത്തിയത്. പക്ഷേ അതിനിടയിൽ തന്നെ രജൌരിയിൽ കണ്ടെത്തിയ ഡ്രോണുകളെ ഇന്ത്യൻ സൈന്യം തകർക്കുകയും വെടിവെച്ചിടുകയും ചെയ്തു. രജൌരിയിലെ ഗനിയ കൽസിയാൻ ഗ്രാമത്തിലാണ് ആദ്യം ഈ ഡ്രോണുകൾ കണ്ടെത്തിയത്. അതിനെ ഇന്ത്യൻ സൈന്യം മെഷീൻ ഗണ്ണുകൾ ഉപയോഗിച്ച് വെടിവെച്ചിടുകയായിരുന്നു. ഈ റിപ്പബ്ലിക് ദിനത്തിന്റെ ഭാഗമായി ഇന്ത്യയിലെമ്പാടും ഇന്ത്യ രാജ്യം ാണ് ഇത്തരം ഒരു ഡ്രോൺ ആക്രമണത്തിന് ശ്രമം നടക്കുന്നത്. ഈ ഡ്രോൺ ആക്രമണം ഒരുപക്ഷെ മയക്കുമരുന്നുകൾ ഇന്ത്യയിലേക്ക് കടത്താനോ അല്ലെങ്കിൽ ആയുധങ്ങൾ ഇന്ത്യയിലേക്ക് കടത്താനോ ആണോ എന്ന സംശയമാണ് ഇപ്പോൾ സൈന്യത്തിനുള്ളത്. എന്തായാലും ഇന്ത്യൻ അതിർത്തിയിലേക്ക് നിയമമേ കടന്നു വന്ന എല്ലാ ഡ്രോണുകളും നിലവിൽ 5-ലധികം ഡ്രോണുകൾ. യെസ്, ശ്രീത് ബാലകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. ചെറിയ വ്യക്തതക്കുറവ് ടെലിഫോൺ ലൈനിലുണ്ട്. എന്തായാലും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ചില പാക് ഡ്രോണുകൾ അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. അത് സൈന്യം അതിന് നേരെ വെടിവെച്ചതായുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒമാനിലെ ബിദ്ബിദിൽ കമ്പനി ക്യാമ്പിൽ കലാപമുണ്ടാക്കിയ 59 പ്രവാസികളെ നാടുകടത്താൻ കോടതിയുടെ വിധി. വിവിധ കുറ്റങ്ങൾ തെളിഞ്ഞതിന് പിന്നാലെയാണ് നടപടി. 23 പ്രതികളെ കോടതി കുറ്റവിമുക്തരാക്കി. 2025 ഡിസംബർ 25-ന് ഒമാനിലെ ബിദ്ബിദിൽ ഒരു കമ്പനിയുടെ റെസിഡൻഷ്യൽ കോംപ്ലക്സിന് സമീപത്തുണ്ടായ ആക്രമണ സംഭവങ്ങൾ ഉൾപ്പെട്ട പ്രവാസികളെ നാടുകടത്താൻ കോടതി വിധി. 59 പ്രവാസികളെയാണ് ഫസ്റ്റ് ഇൻസ്റ്റൻസ് കോടതി ശിക്ഷിച്ചത്. തടവ്, നാടുകടത്തൽ, മൊബൈൽ ഫോണുകൾ കണ്ടുകെട്ടൽ എന്നിവയാണ് പ്രതികൾക്കെതിരെ വിധിച്ചിരിക്കുന്നതെന്നും പബ്ലിക് പ്രോസിക്യൂഷൻ പ്രസ്താവനയിൽ അറിയിച്ചു. പൊതു സ്വകാര്യ സ്വത്തിന് കേടുപാട് വരുത്തുക, വിവരസാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ക്രമസമാധാനത്തെ തകർക്കുന്ന ഉള്ളടക്കം നിർമ്മിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക തുടങ്ങിയ നിരവധി കുറ്റകൃത്യങ്ങൾ ഇവർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. അതേസമയം 23 പ്രതികളെ കോടതി കുറ്റവിമുക്തരാക്കി. ഡിസംബർ 25-ന് ബിദ്ബിദ് വിലായത്തിലെ സാൽ പ്രദേശത്തുള്ള കമ്പനി റെസിഡൻഷ്യൽ കോംപ്ലക്സിന് സമീപം ഒരു സംഘം ആളുകൾ ഒത്തുചേരുകയും പ്രകോപനപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതായും റോയൽ ഒമാൻ പോലീസിന് റിപ്പോർട്ട് ലഭിച്ചിരുന്നുവെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ബൈസൈക്ലിംഗ് പാസ് പദ്ധതിയുമായി ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് ഫ്രം ദി എയർപോർട്ട് ടു ദി ട്രാക്ക് എന്ന പേരിലാണ് പദ്ധതി. ദുബായ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കോണമി ആൻഡ് ടൂറിസം, ദുബായ് സ്പോർട്സ് കൗൺസിൽ എന്നിവയുടെ സംയുക്ത സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുക, കായിക വിനോദങ്ങളെ ദുബായിയുടെ ടൂറിസം അനുഭവങ്ങളുമായി ബന്ധിപ്പിക്കുക എന്ന കാഴ്ചപ്പാടാണ് ഫ്രം ദി എയർപോർട്ട് ടു ദി ട്രാക്ക് പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നത്. ദുബായ് നഗരത്തിലെ ദൈനംദിന ജീവിതവുമായി കായിക വിനോദങ്ങളെ ബന്ധിപ്പിക്കുകയാണ് പ്രധാന ലക്ഷ്യം. ദുബായിയുടെ വിവിധ ഭാഗങ്ങളിലായി തെരഞ്ഞെടുത്ത 9 അംഗീകൃത സൈക്ലിംഗ് ട്രാക്കുകളിലൂടെ താമസക്കാർക്കും സന്ദർശകർക്കും സമഗ്രമായ കായിക ടൂറിസം അനുഭവം നൽകുകയാണ് പദ്ധതി. തുടക്കക്കാർ മുതൽ പ്രൊഫഷണൽ സൈക്ലിസ്റ്റുകൾ വരെയുള്ള എല്ലാവർക്കും അനുയോജ്യമായ രീതിയിലാണ് ട്രാക്കുകൾ ഒരുക്കിയിരിക്കുന്നത്. നഗരമധ്യത്തിൽ നിന്ന് പ്രകൃതി സൗന്ദര്യമാർന്ന മലനിരകളിലേക്കുള്ള ഈ യാത്ര ദുബായിയുടെ ഭൗമവൈവിധ്യം തെളിയിക്കുന്നതാണെന്ന് അധികൃതർ പറഞ്ഞു. പദ്ധതിയുടെ ആദ്യഘട്ട ഉദ്ഘാടനം നാദൽ ഷിബ സൈക്ലിംഗ് ട്രാക്കിൽ നടന്നു. GDRFA ദുബായ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറി, ദുബായ് ഗവൺമെന്റ് ഹ്യൂമൻ റിസോഴ്സ് ഡയറക്ടർ ജനറൽ അബ്ദുള്ള അലി ബിൻ സായിദ് അൽ ഫലാസി, UAE സൈക്ലിംഗ് ഫെഡറേഷൻ ചെയർമാൻ എഞ്ചിനീയർ മൻസൂർ ബുഐസൈബ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങ്. വിസയും റെസിഡൻസി സേവനങ്ങളും മാത്രമല്ല, ദുബായിൽ കഴിയുന്നവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിലും തങ്ങൾ പങ്കാളികളാണെന്ന് ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറി പറഞ്ഞു. ഉദ്ഘാടന ദിനത്തിൽ 100 കണക്കിന് പൗരന്മാരും പ്രവാസികളും വിനോദസഞ്ചാരികളും സൈക്ലിംഗ് പ്രേമികളും ട്രാക്കിലിറങ്ങി. 24 ദുബായ്.
ഇപ്പോൾ ഒരു അന്താരാഷ്ട്ര വാർത്ത വരുന്നു. വെനസ്വലയിലെ അട്ടിമറിക്ക് പിന്നാലെ ഇപ്പോൾ ട്രംപ് പുതിയ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. പുതിയ ലക്ഷ്യം ക്യൂബയാണ്. വൈകാതെ അമേരിക്കയുമായി കരാറിലെത്തണം എന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ ക്യൂബയ്ക്ക് പ്രസിഡന്റ് ട്രംപ് നൽകിയിരിക്കുന്നത്. വർഷങ്ങളായി വെനസ്വലയിൽ നിന്നുള്ള എണ്ണയും പണവും കൊണ്ടാണ് ക്യൂബ നിലനിൽക്കുന്നത് എന്ന ഒരു കാര്യം കൂടി ട്രംപ് ഓർമ്മിപ്പിക്കുന്നു. എത്രയും പെട്ടെന്ന് അമേരിക്കയുമായി കരാറിലെത്തണം എന്നാണ് ട്രംപിന്റെ ആവശ്യം. ഇടപെടലുകളില്ലാതെ ഇന്ധനം ഇറക്കുമതി ചെയ്യുമെന്ന് ക്യൂബൻ വിദേശകാര്യമന്ത്രിയോട് പ്രതികരിച്ചു എന്ന വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. കുവൈറ്റിലെ പ്രവാസി മലയാളികൾക്കിടയിൽ വോട്ടർ പട്ടിക പുതുക്കുന്നതിലും പേര് ചേർക്കുന്നതിലും അവബോധമുണ്ടാക്കാൻ OICC കുവൈറ്റ് ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. SIR നടപടിക്രമങ്ങളിൽ പ്രവാസികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരിപാടി. OICC കുവൈറ്റ് വർക്കിംഗ് പ്രസിഡന്റ് BS പിള്ളൈ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി നിസാം MA അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി ബിനോയ് ചന്ദ്രൻ ക്ലാസിന് നേതൃത്വം നൽകി. കായിക വാർത്തയിലേക്കാണ്. സ്പാനിഷ് സൂപ്പർ ക്ലബ് ഫൈനലിലെ ബാഴ്സലോണ റിയൽ മാഡ്രിഡ് ക്ലാസിക് ഫൈനൽ അല്പസമയത്തിനകം ആരംഭിക്കും. 12 മുതൽ ജിദ്ദയിലെ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റിയിലാണ് മത്സരം. 2026 ആദ്യ എൽ ക്ലാസിക്കോ. സ്പാനിഷ് സൂപ്പർ കപ്പിന്റെ ഫൈനലിൽ തുടർച്ചയായ 4ാം തവണയും ചിരവൈരികളായ FC ബാഴ്സലോണയും റയൽ മാഡ്രിഡും മുഖാമുഖം. കഴിഞ്ഞ തവണത്തെ 5-2 പോലൊരു തകർപ്പഞ്ചയത്തോടെ കിരീടം നിലനിർത്താമെന്ന പ്രതീക്ഷയിലാണ് ബാഴ്സലോണ. കണക്ക് തീർത്ത കപ്പ് വീണ്ടെടുക്കാൻ റയൽ മാഡ്രിഡും. അത്ലറ്റിക് ക്ലബിനെ എതിരില്ലാത്ത 5 ഗോളിന് തകർത്തായിരുന്നു കറ്റാലൻസിന്റെ ഫൈനൽ പ്രവേശം. നാട്ടങ്കത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെ 2-1 മറികടന്ന റയലും കലാശക്കളിക്ക് ടിക്കറ്റ് എടുത്തു. കഴിഞ്ഞ 9 മത്സരങ്ങളിലും ജയിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഹാൻസി ഫ്ലിക്കും സംഘവും. കഴിഞ്ഞ ഒക്ടോബറിൽ ലാലീഗയിൽ റയലിനോട് തോറ്റതിൽ പിന്നെ ആഭ്യന്തര മത്സരങ്ങളിൽ തോറ്റിട്ടില്ലെന്നതും കറ്റാലൻസിന് കരുത്തേകും. ലമീൻ യമാൽ, റാഫീഞ്ഞ, പെഡ്രി, ഫെർമിൻ ലോപ്പസ് തുടങ്ങിയവരുടെ മിന്നും ഫോമിനൊപ്പം ഗോൾമുഖത്ത് കോട്ട കെട്ടി നിൽക്കുന്ന യൊവാൻ ഗാർസിയയും ബാഴ്സയുടെ കിരീട പ്രതീക്ഷകൾക്ക് നിറമേകുന്നു. അത്ലറ്റിക്കോയെ മറികടന്നതുപോലെ ബാഴ്സയെയും വീഴ്ത്താമെന്ന കണക്കുകൂട്ടലിലാണ് റയൽ. പരിക്ക് ഭേദമായി സൂപ്പർ താരം കിലിയൻ എംബാപ്പെ തിരിച്ചെത്തിയത് ലോസ് ബ്ലാങ്കോസിന്റെ കരുത്തുകൂട്ടും. വിനീഷ്യസ് ജൂനിയർ, ജൂഡ് ബെല്ലിംഗ്ഹാം എന്നിവരും പെരുമയ്ക്കൊത്ത പ്രകടനം പുറത്തെടുത്താൽ 2024 ശേഷം വീണ്ടും കപ്പ് മാഡ്രിഡിലെത്തും. സ്പോർട്സ് ഡെസ്ക് 24. പ്രവാസി മലയാളി കുവൈറ്റിലെ ഫ്ളാറ്റിൽ കുഴഞ്ഞു വീണ് മരിച്ചു. പത്തനംതിട്ട കറ്റാനം സ്വദേശി ജിബി ജോർജ് ആണ് മരിച്ചത്. 42 വയസ്സായിരുന്നു. ജനറൽ കോൺട്രാക്ടിംഗ് ഫോർ ബിൽഡിംഗ് കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ നടന്നുവരികയാണ്. മലയാളം മിഷൻ കുവൈറ്റ് ചാപ്റ്റർ പ്രസിഡന്റ് സനൽകുമാർ അന്തരിച്ചു. എറണാകുളം വളയഞ്ചിറങ്ങര സ്വദേശിയാണ്. 50 വയസ്സായിരുന്നു. കലാ കുവൈറ്റിന്റെ മുൻ ഭാരവാഹി കൂടിയാണ്. സംസ്കാരം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് വളയഞ്ചിറങ്ങര വീട്ടുവളപ്പിൽ നടക്കും. വിശാലമായ കടൽ തീരവും മനോഹരമായ ബീച്ചുകളും ഓസ്ട്രേലിയയെ ടൂറിസ്റ്റുകളുടെ ഇഷ്ടയിടമാക്കുന്നു. ബീച്ചുകളിലെ സുരക്ഷയ്ക്ക് സർക്കാർ വലിയ മുൻഗണന നൽകുന്നുണ്ട്. ക്രിസ്റ്റീന ബെന്നി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കടൽ തീരങ്ങളിൽ സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഓസ്ട്രേലിയക്കാർ. കടലിൽ നീന്തുന്നതും സർഫിംഗ് നടത്തുന്നതും ജെറ്റ് സ്കി, സ്പീഡ് ബോട്ടിംഗ് പോലുള്ള വിനോദങ്ങളിൽ ഏർപ്പെടുന്നതും ഇവിടെ സാധാരണമാണ്. വിനോദങ്ങളിൽ ഏർപ്പെടുന്നവരുടെ സുരക്ഷയ്ക്ക് രാജ്യത്ത് വലിയ മുൻതൂക്കം നൽകിയിട്ടുമുണ്ട്. കടൽ തീരങ്ങളിൽ വിദഗ്ധ പരിശീലനം ലഭിച്ച ലൈഫ് ഗാർഡിനെ പലയിടത്തും വിന്യസിച്ചിട്ടുമുണ്ട്. ഇത്തരം ലൈഫ് ഗാർഡിന്റെ സാന്നിധ്യം അടയാളപ്പെടുത്തുന്നതിനായി കടൽ തീരങ്ങളിൽ ചുവപ്പും മഞ്ഞയും നിറത്തിലുള്ള പതാകകൾ ഉപയോഗിക്കാറുണ്ട്. പതാകകൾ വെച്ച് വേർതിരിച്ച ഇടങ്ങളിലാണ് നീന്തലിനായി തിരഞ്ഞെടുക്കേണ്ടത്. ഈ പ്രദേശത്തേക്ക് തിരകൾക്ക് മുകളിലൂടെ സർഫിംഗ് നടത്തുന്നവർക്ക് പ്രവേശനമില്ല. പുറമെ കടൽ വലിയ തിരകളില്ലാതെ ശാന്തമാണെന്ന് തോന്നിക്കുമെങ്കിലും കടലിനടിയിൽ ശക്തമായ അടിയൊഴുക്കുകൾ സാധാരണമാണ്. നീന്താൻ ഇറങ്ങുന്ന പലരും ഇത്തരത്തിൽ അപകടത്തിൽപ്പെടാറുണ്ട്. നിരീക്ഷണത്തിനായിട്ടുള്ള പ്രദേശത്താണെങ്കിൽ ഉടൻ തന്നെ ലൈഫ് ഗാർഡിന്റെ സേവനം ലഭിക്കും. എന്നാൽ വിദേശത്തു നിന്നും പഠനത്തിനായി വരുന്ന വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗം പേർക്കും ഈ പതാകകൾ എന്തിനാണ് എന്നതിനെക്കുറിച്ച് കാര്യമായ അറിവില്ല. ചുവപ്പ് അപകടത്തിന്റെയും മഞ്ഞ ജാഗ്രത പാലിക്കണം എന്നതിന്റെയും നിറമായാണ് ഇവർ ധരിക്കുന്നത്. അതിനാൽ പ്രത്യേകം നീന്തുന്നതിനായി ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ പ്രദേശം ഒഴിവാക്കുന്നു. വിദേശ വിനോദസഞ്ചാരികളിൽ ചിലർ ഇത് സർഫിംഗിന് വേണ്ടിയാണെന്ന് തെറ്റിദ്ധരിച്ച് ഇവിടെ സർഫിംഗിനായും എത്താറുണ്ട്. വിദേശ വിനോദസഞ്ചാരികളുടെയും വിദ്യാർത്ഥികളുടെയും സുരക്ഷ മുൻനിർത്തി നിറങ്ങളിൽ അന്താരാഷ്ട്ര രീതിയിലുള്ള പരിഷ്കാരം കൊണ്ടുവരണമെന്ന ആവശ്യം വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. ഓസ്ട്രേലിയയിൽ നിന്നും 24-ന് വേണ്ടി ക്രിസ്റ്റീന ബെന്നി.
അബുദാബി പരിസ്ഥിതി ഏജൻസി സ്കൂളുകളിൽ ഏർപ്പെടുത്തിയ പദ്ധതികൾക്ക് ന്യൂസിലാൻഡ് സെന്റർ ഫോർ ഓർഗനൈസേഷണൽ എക്സലൻസ് റിസർച്ചിന്റെ അംഗീകാരം. സുസ്ഥിര വികസനവും പാരിസ്ഥിതിക സംരക്ഷണവും മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് അംഗീകാരം ലഭിച്ചത്. പാരിസ്ഥിതിക ഉത്തരവാദിത്തമുള്ള തലമുറയെ വാർത്തെടുക്കുകയാണ് ലക്ഷ്യമെന്ന് അബുദാബി പരിസ്ഥിതി ഏജൻസി വ്യക്തമാക്കി. ന്യൂസിലാൻഡ് സെന്റർ ഫോർ ഓർഗനൈസേഷണൽ എക്സലൻസ് റിസർച്ചിന്റെ 11ാമത് അന്താരാഷ്ട്ര പ്രാക്ടീസ് മത്സരത്തിലാണ് അബുദാബി പരിസ്ഥിതി ഏജൻസിയുടെ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം ലഭിച്ചത്. എൻവയോൺമെന്റ്, സോഷ്യൽ ആൻഡ് ഗവർണൻസ് വിഭാഗത്തിൽ അബുദാബി പരിസ്ഥിതി ഏജൻസിയുടെ പ്രവർത്തനങ്ങൾക്ക് 1ാം സ്ഥാനം ലഭിച്ചു. 7 സ്റ്റാർ റേറ്റിംഗ് ആണ് പ്രവർത്തനങ്ങൾക്ക് കിട്ടിയത്. 15 സ്ഥാപനങ്ങളെ പ്രതിനിധീകരിക്കുന്ന 110ലധികം എൻട്രികളിൽ നിന്നാണ് EAD ഈ നേട്ടമുണ്ടാക്കിയത്. 2009 അബുദാബി വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ സുസ്ഥിര വികസനം പാഠ്യപദ്ധതിയിലും പാഠ്യേതര പദ്ധതികളിലും ഉൾപ്പെടുത്തി വിദ്യാർത്ഥികളിൽ പാരിസ്ഥിതിക അവബോധം സൃഷ്ടിക്കാൻ തുടങ്ങിയത്. ക്ലാസ് മുറികൾ, ലാബ്, സ്കൂൾ ഗ്രൗണ്ട് തുടങ്ങിയിടങ്ങളിൽ ചെറിയ പ്രവർത്തനങ്ങളിലൂടെ വളർന്ന പദ്ധതി പിന്നീട് വ്യാപിപ്പിച്ചു. ഗ്രീൻ ഓഡിറ്റ്, എക്കോ ക്ലബ്, ഫീൽഡ് ട്രിപ്പ് ട്രെയിനിങ് എന്നിങ്ങനെ പ്രവർത്തനങ്ങൾ വളർന്നു. കഴിഞ്ഞ വർഷം മാത്രം 21,000 കുട്ടികളാണ് ഗ്രീൻ ഓഡിറ്റിൽ പങ്കാളികളായത്. 75,000-ഓളം പേർ എക്കോ ക്ലബിലും ചേർന്നു. ചെറുതും വലുതുമായ 1018 പരിപാടികളാണ് ഇതുവരെ നടന്നിട്ടുള്ളത്. 70,000-ലധികം കുട്ടികളും 5,000-ലധികം അധ്യാപകരും പദ്ധതിയുടെ ഭാഗമായി. വെള്ളം സംഭരിക്കുക, മാലിന്യം കുറയ്ക്കുക, വൈദ്യുതി ഉപയോഗം നിയന്ത്രിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടന്നുവരുന്നു. അംഗീകാരത്തിൽ സന്തോഷമുണ്ടെന്നും പരിസ്ഥിതിയോട് ഉത്തരവാദിത്തമുള്ള തലമുറയെ വാർത്തെടുക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും EAD എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഹമ്മദ് ബഹ്റൂൻ പറഞ്ഞു. 24 ദുബായ്. AI തട്ടിപ്പുകളിൽ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശവുമായി UAE സൈബർ സുരക്ഷാ കൗൺസിൽ. AI തട്ടിപ്പുകൾ തിരിച്ചറിയാൻ പ്രൊഫഷണലുകൾ വരെ ബുദ്ധിമുട്ടുന്നു. കൗൺസിലിന്റെ പ്രതിവാര ബോധവൽക്കരണ പരിപാടിയിലാണ് ഈ മുന്നറിയിപ്പ്. പരമ്പരാഗത സൈബർ തട്ടിപ്പുകളിൽ നിന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള തട്ടിപ്പുകൾ വ്യത്യസ്തമാണ്. അങ്ങേയറ്റം ആധികാരികമെന്ന് തോന്നിക്കുന്ന നിലയിലാണ് AI തട്ടിപ്പുകൾ നടക്കുന്നത്. പ്രമുഖ കമ്പനികളുടെ ലോഗോകൾ വ്യാജമായി നിർമ്മിക്കപ്പെടുന്നു. ഇതുപയോഗിച്ചുള്ള വ്യാജ പരസ്യങ്ങൾ വഴിയുള്ള തട്ടിപ്പിൽ വൻ വർധനവാണുള്ളത്. അടുത്ത സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സഹപ്രവർത്തകരുടെയും ശബ്ദം ഉപയോഗിച്ചുള്ള തട്ടിപ്പുകൾ AI വഴി നിഷ്പ്രയാസം നടക്കുന്നുണ്ട്. ബാങ്കുകളിൽ നിന്നെന്ന് തോന്നിപ്പിക്കുന്ന വ്യാജ സന്ദേശങ്ങൾ വഴിയുള്ള തട്ടിപ്പും കൂടുന്നു. പലപ്പോഴും പ്രൊഫഷണലുകൾക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധമാണ് സന്ദേശങ്ങൾ വരുന്നത്. AI-യുടെ സഹായത്തിൽ കൂടുതൽ അധ്വാനം ആവശ്യമുള്ള തട്ടിപ്പുകൾ എളുപ്പത്തിൽ നടത്താൻ കഴിയുന്നു. മൾട്ടി ഫാക്ടർ ഓതന്റിഫിക്കേഷൻ വഴി അക്കൗണ്ടുകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്ന് UAE സൈബർ സുരക്ഷാ കൗൺസിൽ നിർദ്ദേശിച്ചു. ആന്റിവൈറസ് സോഫ്റ്റ്വെയറുകൾ കൂടുതലായി ഉപയോഗിക്കണം. ജാഗ്രതയിലൂടെ മാത്രമേ ഇത്തരം തട്ടിപ്പുകൾ നിയന്ത്രിക്കാൻ കഴിയുകയുള്ളൂ എന്നും കൗൺസിൽ ഓർമ്മിപ്പിച്ചു. 24 ദുബായ്. വെൽക്കം ബാക്ക്. വാർത്തകളിലേക്ക് വീണ്ടും. 3ാമത്തെ ബലാത്സംഗ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അഴിക്കുള്ളിൽ. പത്തനംതിട്ട ജില്ലാ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്ത രാഹുലിനെ മാവേലിക്കര ജയിലിലേക്ക് മാറ്റി. ജയിൽ DIGയുടെ ഓർഡർ വരുന്ന മുറയ്ക്ക് തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് രാഹുലിനെ മാറ്റിയേക്കും. പാലക്കാട് നിന്ന് കസ്റ്റഡിയിലെടുത്ത രാഹുലിനെ പത്തനംതിട്ട AR ക്യാമ്പിൽ 6 മണിക്കൂറോളം പോലീസ് ചോദ്യം ചെയ്തിരുന്നു. അതേസമയം പരാതിക്കാരി വിവാഹിതയെന്ന് അറിഞ്ഞില്ല എന്നാണ് ജാമ്യാപേക്ഷയിൽ രാഹുലിന്റെ വാദം. പഴുതടച്ച പോലീസ് നീക്കത്തിൽ കുരുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലെ 26/2026 നമ്പർ റിമാൻഡ് തടവുകാരനാണ്. അർദ്ധരാത്രി പാലക്കാട്ടെ ഹോട്ടലിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത രാഹുലിനെ രാവിലെ പത്തനംതിട്ട AR ക്യാമ്പിലെത്തിച്ചാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. IG G പൂങ്കുഴിയുടെ നേതൃത്വത്തിൽ 5 മണിക്കൂറിലേറെ നീണ്ട ചോദ്യം ചെയ്യലിനോട് രാഹുൽ സഹകരിച്ചില്ല. ഐഫോണിന്റെ പാസ്വേഡ് കൈമാറാൻ രാഹുൽ തയ്യാറായില്ല. സ്വതന്ത്രനായി നിന്നാലും ജയിക്കുമെന്ന അന്വേഷണ സംഘത്തോട് വെല്ലുവിളി. ചോദ്യം ചെയ്യലിന് ശേഷം പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ച രാഹുലിന് നേരെ വലിയ പ്രതിഷേധം. മുദ്രാവാക്യം വിളിച്ചും പോലീസ് വാഹനം വളഞ്ഞും DYFI യുവമോർച്ച പ്രവർത്തകർ. ഉച്ചയോടെ ജില്ലാ മജിസ്ട്രേറ്റിന്റെ വസതിയിലാണ് രാഹുലിനെ ഹാജരാക്കിയത്. 14 ദിവസത്തേക്ക് കോടതി രാഹുലിനെ റിമാൻഡ് ചെയ്തു. കോടതി വളപ്പിലും പിന്നീട് ജയിലിലേക്ക് എത്തിക്കുമ്പോഴും രാഹുലിന് നേരെ പ്രതിഷേധങ്ങൾ ഉയർന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രക്തസാമ്പിളുകൾ DNA പരിശോധനയ്ക്കായി ശേഖരിച്ചു. പരാതിക്കാരി വിവാഹിതയെന്ന് അറിഞ്ഞില്ലെന്നാണ് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ ജാമ്യ ഹർജിയിൽ രാഹുലിന്റെ വാദം. അതേസമയം ജയിൽ DIGയുടെ ഓർഡർ വരുന്ന മുറയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റാൻ സാധ്യതയുണ്ട്. ജയിൽ മാറണമെന്ന് രാഹുലും ആവശ്യപ്പെട്ടെന്നാണ് സൂചന.
ആദ്യ കേസിൽ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഒളിവിൽ പോയ രാഹുലിന് അറസ്റ്റ് ഒഴിവാക്കാൻ കഴിഞ്ഞിരുന്നു. അന്ന് ഏറെ പഴികേട്ട പോലീസ് ഇക്കുറി ജാഗ്രതയോടെയാണ് നീക്കം നടത്തിയത്. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷിജോ കുര്യൻ, 24 പത്തനംതിട്ട. രാഹുൽ മാങ്കുട്ടത്തിൽ നടത്തിയ ലൈംഗിക ക്രൂരതയുടെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് FIR-ിലൂടെയും റിമാൻഡ് റിപ്പോർട്ടിലൂടെയും പുറത്തുവന്നത്. നിലവിൽ വിദേശത്തുള്ള തിരുവല്ല സ്വദേശിയായ അതിജീവിത രാഹുലിനെതിരെ തെളിവുകൾ ഉൾപ്പെടെ അന്വേഷണ സംഘത്തിന് കൈമാറി. രാഹുൽ സാമ്പത്തികമായി ചൂഷണം ചെയ്തുവെന്നും അതിജീവിതയുടെ പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. ആദ്യ 2 ലൈംഗിക പീഡന പരാതികളുമായി ഏറെ സാമ്യമുള്ളതാണ് രാഹുലിനെ അഴിക്കുള്ളിലാക്കിയ 3ാം ബലാത്സംഗ പരാതി. കാനഡയിലുള്ള യുവതിയുടെ വിവാഹബന്ധത്തിലെ പ്രശ്നങ്ങളിൽ ഇടപെട്ടാണ് 2023 സെപ്റ്റംബർ മുതൽ രാഹുൽ അടുപ്പം സ്ഥാപിച്ചത്. കുഞ്ഞുങ്ങളെ വേണമെന്നും നല്ലൊരു പിതാവായിരിക്കുമെന്നും സംസാരിച്ചു തുടങ്ങിയ രാഹുൽ വിവാഹത്തിന് താൽപര്യമുണ്ടെന്ന് അറിയിക്കുകയായിരുന്നു. വിവാഹത്തെക്കുറിച്ച് സംസാരിക്കാൻ 2024 ഏപ്രിലിൽ തിരുവല്ലയിലെ ഹോട്ടൽ റൂമിൽ യുവതിയോട് റൂം ബുക്ക് ചെയ്യാൻ നിർദ്ദേശിക്കുകയായിരുന്നു. ആദ്യമായി നേരിൽ കണ്ട യുവതിയുടെ മുഖത്ത് പോലും നോക്കാതെ രാഹുൽ ബലമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയായിരുന്നു. കുട്ടികളുണ്ടാകട്ടെ എന്ന് പറഞ്ഞായിരുന്നു പീഡനം. മുഖത്തടിക്കുകയും തുപ്പുകയും ശരീരമാകെ മുറിവേൽപ്പിക്കുകയും ചെയ്ത് രാഹുലിന്റെ കൊടും ക്രൂരത. അന്ന് ധരിച്ച വസ്ത്രങ്ങൾ യുവതി തെളിവിനായി സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നീട് ഗർഭിണിയായെന്നറിഞ്ഞപ്പോൾ സ്നേഹം നടിച്ച രാഹുലിനെ യുവതി വിശ്വസിച്ചു. എന്നാൽ 1 മാസം തികയും മുന്നേ രാഹുൽ മലക്കമറിഞ്ഞു. മറ്റാരുടെയോ കുഞ്ഞെന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചു. DNA ടെസ്റ്റിന് തയ്യാറെന്ന് രാഹുലിനെ ഫോൺ വഴി അറിയിക്കാൻ ശ്രമം നടത്തിയെങ്കിലും അപ്പോഴേക്കും യുവതിയെ ബ്ലോക്ക് ചെയ്തിരുന്നു. ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾക്കൊടുവിൽ ഗർഭമലസി. ഇതിനിടയിൽ ചെരുപ്പിനും സൺസ്ക്രീൻ ക്രീമിനും പാലക്കാട് തിരഞ്ഞെടുപ്പ് സമയത്ത് ആഹാരം കഴിക്കാൻ എന്ന പേരിലും പലതവണ രാഹുൽ പണം വാങ്ങിക്കൊണ്ടിരുന്നു. മുണ്ടക്കൈ ചൂരൽമല ഫണ്ടിന്റെ പേരിലും പണം വാങ്ങി. വിശ്വസ്തൻ ഫെനി നയനാൻ വഴിയും പരാതി നൽകാതിരിക്കാനുള്ള വൈകാരിക ഇടപെടലുകൾ രാഹുൽ നടത്തിക്കൊണ്ടിരുന്നു. തിരഞ്ഞെടുപ്പിന് ശേഷം പാലക്കാട് ഫ്ളാറ്റ് വാങ്ങാൻ പണം ചോദിച്ചെങ്കിലും നൽകിയില്ല. രാഹുലുമായുള്ള ബന്ധം ഫെന്നിയെ അറിയിച്ചെന്ന പേരിൽ അധിക്ഷേപവും അസഭ്യവും. മറ്റു പരാതികൾ വന്ന ശേഷം ഇക്കഴിഞ്ഞ ഡിസംബറിൽ വീണ്ടും ബന്ധപ്പെട്ടപ്പോൾ സഹോദരിയുടെ വിവാഹം മുടക്കുമെന്നടക്കം രാഹുൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നുവെന്നും അതിജീവിത പറയുന്നു. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ റിമാൻഡിൽ കഴിയുന്ന തന്ത്രി കണ്ഠരര് രാജീവരുടെ സാമ്പത്തിക വിവരങ്ങളിൽ വിശദമായ അന്വേഷണം ആരംഭിച്ച SIT. ഇന്നലെ തന്ത്രിയുടെ ചെങ്ങന്നൂരിലെ വീട്ടിൽ പ്രത്യേക അന്വേഷണ സംഘം മണിക്കൂറുകളോളം പരിശോധന നടത്തിയിരുന്നു. തന്ത്രി കണ്ഠരര് രാജീവരെ മെഡിക്കൽ കോളേജിൽ നിന്ന് ജയിലിലേക്ക് മാറ്റി. 8 മണിക്കൂർ നീണ്ട പരിശോധനയാണ് ഇന്നലെ തന്ത്രിയുടെ വീട്ടിൽ നടന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം, സാമ്പത്തിക ഇടപാടുകൾ എന്നിവ സാധൂകരിക്കുന്ന തെളിവ് ശേഖരണമായിരുന്നു SIT വീട്ടിലെ പരിശോധനയിലൂടെ ലക്ഷ്യം വെച്ചത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്ത്രി കുടുംബവുമായുള്ള ബന്ധത്തെക്കുറിച്ച് കുടുംബാംഗങ്ങളോട് ചോദിച്ചറിഞ്ഞിരുന്നു. തന്ത്രി കണ്ഠരര് രാജീവരുടെ ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചു. വസ്തു ഇടപാടുകളുടെ വിവരങ്ങളും തേടി. വീട്ടിലെ സ്വർണ്ണ ഉരുപ്പടികളിലും SIT വിശദമായ പരിശോധന നടത്തിയിരുന്നു. തന്ത്രിയെ ശബരിമലയിലെ ദ്വാരപാലക ശില്പപാളികൾ കടത്തിയ കേസിലും SIT പ്രതി ചേർക്കും. സ്വർണ്ണപ്പാളി ചെമ്പാക്കി മാറ്റിയ മഹസറിലും ഒപ്പിട്ടതുവഴി തന്ത്രിക്കും ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നാണ് SIT വിലയിരുത്തൽ. ഇന്നലെ നടന്ന വൈദ്യപരിശോധനയിൽ വ്യതിയാനം കണ്ടെത്തിയതിനെ തുടർന്നാണ് തന്ത്രിയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തത്. ഡോക്ടർമാർ പരിശോധിച്ച് ആരോഗ്യനില തൃപ്തികരമാണെന്നറിയിച്ചാൽ തന്ത്രിയെ പൂജപ്പുര സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റും. ശേഷം നാളെ കൊല്ലം വിജിലൻസ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. 24 തിരുവനന്തപുരം. ബുള്ളറ്റിൻ പൂർത്തിയാവുന്നു.